ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യയിലാകമാനവും കേരളത്തിൽ പ്രത്യേകിച്ചും നടക്കുന്ന മത്സര പരീക്ഷകൾ ഇപ്പോൾ ഒരു പേടിസ്വപ്നമായി മാറിയിരിക്കുന്നു. UG നീറ്റ് പരീക്ഷ സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും മാറിയിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വരെ എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ നീറ്റ് UG പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഈ വരുന്ന തിങ്കളാഴ്ച ജൂലൈ 22-ന് ഇത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിക്കും എന്നാണ്. ഏതാണ്ട് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അത്യന്തം ആകാംക്ഷയോടും ഉത്കണ്ഠയോടും കൂടിയാണ് ആ വിധി കാത്തിരിക്കുന്നത്. ഒരു പുനഃപരീക്ഷ നടത്തേണ്ടി വരുമോ, അതോ കണ്ടതായ ന്യൂനതകൾ മാത്രം തിരുത്തി മുന്നോട്ട് പോകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് കേരളത്തിൽ ഈ ജൂൺ മാസം 5 മുതൽ 9 വരെ നടന്ന കീം പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് നീറ്റ് UG പരീക്ഷയുമായി സാദൃശ്യമുള്ളതല്ല. ഇത് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ സങ്കീർണതകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, കേരളത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്ക് കീം എന്ന പേരിൽ നടത്തുന്ന മത്സര പരീക്ഷയിൽ ഏതാണ്ട് 79,044 വിദ്യാർത്ഥികളാണ് ഹാജരായത്. അതിൽ 58,340 വിദ്യാർത്ഥികൾ മാത്രമേ ഈ എഞ്ചിനീയറിംഗ് മറ്റ് പരീക്ഷകൾക്ക് യോഗ്യരായി വന്നിട്ടുള്ളൂ. അതിൽ തന്നെ 50,500 വിദ്യാർത്ഥികൾ മാത്രം ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പരീക്ഷ നടത്തിയ ജോയിൻ്റ് എൻട്രൻസ് കമ്മീഷണർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിൽ 36,390 കുട്ടികൾ എഴുതിയതിൽ വെറും 2,234 കുട്ടികൾക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 5000-ൽ ഇടം പിടിക്കാനായി സാധിച്ചത്. എന്നാൽ CBSE 14,541 കുട്ടികൾ എഴുതിയതിൽ 2,785 കുട്ടികൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ 5000-ൽ ഇടം കണ്ടെത്താനായി സാധിച്ചു. അതുപോലെ തന്നെ ISC എന്ന് പറയുന്ന സ്ട്രീമിൽ പരീക്ഷ എഴുതിയ 1079 വിദ്യാർത്ഥികളിൽ 162 പേർക്ക് ഈ ആദ്യത്തെ 5000 റാങ്ക് ലിസ്റ്റിൻ്റെ പട്ടികയിൽ പെടാനായി സാധിച്ചു. പിന്നെ മറ്റ് സ്ട്രീമുകളിൽ നിന്നൊക്കെ വന്ന 490 വിദ്യാർത്ഥികൾ എഴുതിയതിൽ 19 വിദ്യാർത്ഥികൾക്കാണ് 5000-നകത്തുള്ള റാങ്കിൽ പെടാനായി സാധിച്ചത്. നമ്മളിവിടെ കാണേണ്ടതായ അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും, ഇതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയ്ക്കൊന്നും ആളുകൾക്ക് കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരും ശ്രമിക്കുന്നതുമില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള വീഡിയോയിൽ പൊതുസമൂഹം ശ്രദ്ധിച്ച് തുടർ നടപടികളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത്, കേരള സിലബസിൽ +2 പഠിച്ച് കീം പരീക്ഷ എഴുതിയ കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നാക്കം പോയിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. CBSE പരീക്ഷ എൻട്രൻസ് എഴുതിയ കുട്ടികൾക്ക് ഉയർന്ന റാങ്കുകൾ നേടാൻ സാധിച്ചു. എന്നാൽ സംസ്ഥാന സിലബസ് അനുസരിച്ച് പഠിച്ച കുട്ടികൾക്ക് സാധിച്ചില്ല എന്നതാണ് ഉണ്ടായിരിക്കുന്ന വലിയ ആക്ഷേപം അല്ലെങ്കിൽ പരാതി. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കേവലമായിട്ടുള്ള രീതിയിൽ ഈ പരീക്ഷാർത്ഥികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിനകത്തെ ഏറ്റവും ദുരൂഹമായ പ്രശ്നം. അതായത് യഥാർത്ഥത്തിൽ 2009 വരെ എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു കേരളത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് പലപ്പോഴും പരാതികൾ ഉണ്ടായിരുന്നത് മുഴുവൻ CBSE കുട്ടികളാണ് റാങ്കുകൾ നേടിപ്പോകുന്നത് എന്നതിൻ്റെ പേരിൽ 2010-ൽ ഇതിൻ്റെ നയം ഭേദഗതി ചെയ്തിട്ട് എൻട്രൻസ് പരീക്ഷയിലെ മാർക്കും
അതോടൊപ്പം തന്നെ യോഗ്യതാ പരീക്ഷ, അതായത് +2 ആകട്ടെ, CBSEയിലെ 12ാം ക്ലാസ് ആകട്ടെ, ISEയിലെ 12ാം ക്ലാസ് ആകട്ടെ, ഇതിൻ്റെ മാർക്കുകൾ കൂടി പരിഗണിച്ച് ഇംഗ്ലീഷിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പദം നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഈ റിസൾട്ട് സമീകരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് 2010 മുതൽ കേരളം മാറി. ഇത് കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പെടുത്ത ഒരു നയപരമായ തീരുമാനമാണ്. 2009 വരെ എൻട്രൻസ് മാർക്ക് മാത്രമായിരുന്നു അടിസ്ഥാനം. അതായത് CBSEയിൽ 100-ൽ 100 ആകട്ടെ, ISEയിൽ 100-ൽ 100 ആകട്ടെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിൽ 100-ൽ 100 ആകട്ടെ, അത് വിഷയമേ ആയിരുന്നില്ല. ഇവരൊക്കെ ഒരേ ഒരു പരീക്ഷ എഴുതുക, അത് എൻട്രൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുക. ആ എൻട്രൻസ് ടെസ്റ്റിൽ ഒരു പക്ഷേ കട്ട് ഓഫ് എന്ന രീതിയിൽ 75% മാർക്കെങ്കിലും കുറഞ്ഞ് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചുകൊണ്ട് ആ രീതിയിലാണ് 2009 വരെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നീറ്റ് വന്നതിന് മുൻപും കേരളം പ്രത്യേകമായി മെഡിക്കൽ പരീക്ഷയും സംസ്ഥാനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് മറ്റൊരു വിഷയം. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ സംഭവിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഫോർമുല ഉപയോഗിച്ചപ്പോൾ ദോഷം സംഭവിച്ചത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ താഴേക്ക് പോകേണ്ടി വന്നത് വളരെ ഉയർന്ന മാർക്കുകൾ വരെ നേടിയ കേരള സിലബസിൽ പഠിച്ച കുട്ടികളാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ കേരള സിലബസിൽ A+ അല്ലെങ്കിൽ 100-ൽ 100 മാർക്ക് വാങ്ങിയ കുട്ടിയാണെങ്കിൽ പോലും ഈ പറയുന്ന CBSEയും ISEയും കേരള സിലബസും ചേർന്നുള്ള സമീകരണ പ്രക്രിയ കഴിയുമ്പോൾ അവൻ്റെ മാർക്കിൻ്റെ മൂല്യം താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ സംഗതി. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ സംഗതി. ഇത് കേൾക്കുന്നവർക്ക് കൗതുകമാണെങ്കിലും ഇതിൻ്റെ വേദനയും ദുഃഖവും അനുഭവിക്കുന്നത് വളരെ ഉയർന്ന മാർക്ക് വാങ്ങി കേരളത്തിൻ്റെ സിലബസ് സമ്പ്രദായത്തിൽ പഠിച്ച കുട്ടികളാണ്. അവർക്ക് പോലും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവരും അവരുടെ രക്ഷിതാക്കളും വളരെ ആകാംക്ഷയിലാണ്. എന്നാൽ ജോയിൻ്റ് എൻട്രൻസ് കമ്മീഷണർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥർ, അവർക്ക് ഈ പൊതുസമൂഹത്തിനുണ്ടായിരിക്കുന്ന ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിന് സർക്കാരും ഉത്തരവാദിയാണ്. എന്നാൽ സർക്കാരും ഈ ഉദ്യോഗസ്ഥരും ഒന്നും പൊതുസമൂഹത്തെ ഇത് വേണ്ട തരത്തിൽ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വിപ്ലവ വിദ്യാർത്ഥി സംഘടനകളും വിപ്ലവ അധ്യാപക സംഘടനകളും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്ന് ഏതാണ്ട് സമരാഹ്വാനം വരെ നടത്തിയിരിക്കുന്നത്. കാരണം ഈ സമ്പ്രദായം പരിഷ്കരിക്കണമെന്ന ഒറ്റ വാക്യമാണ്, ഒറ്റ ഡിമാൻഡാണ് ഈ അതിവിപ്ലവ വിദ്യാർത്ഥി സംഘടനയും അധ്യാപക സംഘടനയും ഒക്കെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അവർക്കൊരു ബദൽ പരിപാടി അല്ലെങ്കിൽ ഒരു ബദൽ നിർദ്ദേശം വയ്ക്കാനില്ല. അവരിതിൻ്റെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡൈസേഷൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ശാസ്ത്രീയ അടിത്തറയുള്ളതാണ്, സാങ്കേതികമായ അടിത്തറയുള്ളതാണ്, സുതാര്യമാണ് എന്നതിനെക്കുറിച്ചൊന്നും ഇതറിയാവുന്നവർക്ക് സംശയമില്ല. ആരെയും പ്രത്യേകിച്ച് സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല ഇതിൻ്റെ ഫോർമുല അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് 2024 സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് വന്നപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, കേരളത്തിൽ +2 പഠിച്ച വിദ്യാർത്ഥികൾക്ക് ദോഷമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. അതിൻ്റെ മറ്റൊരു സാങ്കേതിക കാരണം അന്വേഷിക്കുമ്പോൾ നാം കണ്ടെത്തേണ്ടത്, ഈ കേരള സിലബസിൽ വാരി കോരി കൊടുക്കുന്ന മാർക്ക് യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് വരുമ്പോൾ ആ മാർക്കിൻ്റെ മൂല്യം താഴേക്ക് പോകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയങ്ങളെയാണ് പ്രധാനമായി ഈ സ്റ്റാൻഡേർഡൈസേഷൻ, അതിൻ്റെ മാർക്കുകളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ടതായ കാര്യം, ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരികയുന്ന കണ്ടെത്തിയതായ ശാസ്ത്രീയമായി കണ്ടെത്തിയത്, ഈ കേരളത്തിലെ സിലബസിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അർഹതയ്ക്കപ്പുറമായി മാർക്ക് കൊടുത്തതിൻ്റെ ഫലമായി ഈ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും
ഒരു തരത്തിൽ അമിതമായിട്ടുള്ള പ്രത്യാശയിലാണ് കഴിയുന്നത്. ഇതിനകത്തൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഒരാളിൻ്റെ മകൻ 100-ൽ 100 മാർക്കുമാക്കി 1200-ൽ 1200 വാങ്ങിയിട്ട് അവന് എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 5000-ഓ 5002-ഓ ആകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആശങ്കയും ഉത്കണ്ഠയും വേദനയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മൂല്യനിർണയ സമ്പ്രദായത്തിൽ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നു. എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന CBSEയുടെയും ISEയുടെയും പരീക്ഷകൾക്ക് ആ തരത്തിലുള്ള ഒരു മൂല്യനിർണയ സമ്പ്രദായം അനുവദിച്ചിട്ടില്ല. അപ്പോൾ മൂല്യനിർണയം സമ്പ്രദായത്തിലുള്ള വ്യത്യാസം കൊണ്ട് വലിയ മാർക്ക് കിട്ടുന്നു എന്നതപ്പുറം അവർക്ക് യഥാർത്ഥത്തിൽ ഉള്ള മെറിറ്റ് CBSEയുമായി അല്ലെങ്കിൽ ISEയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇല്ല എന്നാണ് ഈ റാങ്ക് പട്ടികയിൽ താഴോട്ട് പോകുന്നതിൻ്റെ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇതൊരു നയപരമായ പ്രശ്നമാണ്. സംസ്ഥാന ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി അഭിസംബോധന ചെയ്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, 8ാം ക്ലാസ് വരെ ഓൾ പാസ്സാണ്. അഡ്മിഷൻ രജിസ്റ്ററിൽ 1ാം ക്ലാസ്സിൽ പേര് ചേർത്ത് കഴിഞ്ഞാൽ 8ാം ക്ലാസ് വരെ ക്ലാസ്സിൽ പോയില്ലെങ്കിലും 8ാം ക്ലാസ്സിൽ അവൻ നിർബന്ധമായി അവനെ ജയിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് സർക്കാർ. അങ്ങനെയുള്ള കുട്ടികളാണ് 9-ഉം 10-ലും ഒക്കെ പെടുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അദ്ദേഹമാണെങ്കിലും അതിനകത്ത് പൊരുളുണ്ട്. അദ്ദേഹം പറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് പോലും എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ്. അദ്ദേഹം പിന്നീട് അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടി ശകാരിച്ചപ്പോൾ അദ്ദേഹം പതിവ് പോലെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹം പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അത് മറ്റൊരു വിഷയം. അപ്പോൾ പൊതുവെ നിലവാര തകർച്ചയുണ്ട് എന്ന കാര്യം സമ്മതിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും അളവിലാണ് ശ്രദ്ധിക്കുന്നത്, ഗുണത്തിലല്ല. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. സാക്ഷരതയിൽ 100% വേണം, ആരും തോൽക്കാൻ പാടില്ല, എല്ലാ കുട്ടികളെയും നമുക്ക് ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ കേരള മോഡൽ രാജ്യമാകെ വ്യാപിപ്പിക്കാൻ ഒക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ വിദ്യാഭ്യാസ രംഗത്തെ ആക്ഷരികമായി ഒരു മാലിന്യ കുഴിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാലിന്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ധാരാളം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ആ പദം തന്നെ ഉപയോഗിക്കുന്നത്. എത്ര സങ്കടകരമായ അവസ്ഥയാണ്. ഈ കുട്ടികളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷിതാക്കളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അവരാൽ കഴിയുന്നത്, അവരുടെ കുറ്റം കൊണ്ടല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. അവരാൽ കഴിയുന്നവർ പഠിച്ചു, അവർക്ക് കിട്ടിയ ചോദ്യപേപ്പറിൽ ഉത്തരങ്ങൾ എഴുതി, അവർക്ക് അറിയില്ലല്ലോ എത്ര മാർക്ക് കിട്ടുമെന്ന്, അവർക്കെല്ലാം വാരിക്കോരി 100-ൽ 100 കൊടുക്കാൻ പരീക്ഷകർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. എക്സാമിനേഷൻ്റെ സ്കീം തയ്യാറാക്കുമ്പോൾ പറയുന്നു നിങ്ങളെല്ലാവരും ലിബറലായിട്ട് വാല്യൂ ചെയ്യണമെന്ന് പൊതു നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ പലപ്പോഴും ആളുകൾ തമാശയ്ക്ക് പറയാറുണ്ട്, ചോദ്യത്തിൻ്റെ നമ്പർ എഴുതി വെച്ചാലും ഫുൾ മാർക്ക് കൊടുക്കുന്ന ഒരു മൂല്യനിർണ്ണയ സമ്പ്രദായം അതിശയോക്തിയാണെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ സിലബസിൽ പഠിച്ചതായ കുട്ടികളുടെ മാർക്കിൻ്റെ മൂല്യം ഈ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ സമീകരണ പ്രക്രിയയിൽ നഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഉയർന്ന മാർക്ക് വാങ്ങി കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ ഈ കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ താഴെ പോയത് എന്നത് പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി കാണണം. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇവിടെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു ഉത്തരം കാണാൻ ശ്രമിക്കണം. ഒന്ന്, പഴയ സമ്പ്രദായത്തിലേക്ക് നാം മടങ്ങിപ്പോകണമോ? 2009 വരെ സംസ്ഥാനത്ത് പ്രാബല്യത്തിലിരുന്ന എൻട്രൻസ് പരീക്ഷയുടെ മാർക്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണമോ എന്ന അതിലേക്ക് പോകണമോ? ഒന്ന്. 2, ഈ സമീകരണ പ്രക്രിയയിലൂടെ ദോഷമുണ്ടാകുന്ന ഒരു വിഭാഗത്തെയും അത് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് ആകാൻ പാടില്ല. അതുകൊണ്ട് ഈ സമീകരണ പ്രക്രിയയിൽ എന്തെങ്കിലും ശാസ്ത്രീയമായി, കാലോചിതമായി, സാങ്കേതികമായി
മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അടിയന്തരമായി അതിന് മാറ്റം ഉണ്ടാക്കണം. നമുക്കറിയാം, ഒരു സമയത്ത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചാൽ മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് കരുതി ഒരു സംഘം രക്ഷിതാക്കൾ 10 വരെ CBSE ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ കൂട്ടത്തോടെ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റിയ സംഭവങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രശസ്തമോ എന്ന് അവകാശപ്പെടുന്ന സ്കൂളുകളിലെ പോലും ഒരേ ക്യാമ്പസിൽ 3 തരം സ്കൂളുകൾ നടത്തുന്ന സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസ്, ISE സിലബസ് നടത്തുന്ന ഒരേ ക്യാമ്പസിൽ ഒരേ മാനേജ്മെന്റ് കീഴിൽ 3 സ്കൂളുകൾ നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികൾ അപ്പുറവും ഇപ്പുറവും മതിൽ മാറി ക്ലാസ്സുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആരോ പറഞ്ഞു, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചാൽ 100ൽ 100 ഏത് കുട്ടിക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം CBSE വിട്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് ഓടിക്കൊള്ളുക എന്ന സന്ദേശം കേട്ടുകൊണ്ട് കുറേ കുട്ടികൾ അങ്ങനെ പോയി. ആ കുട്ടികളൊക്കെ ഇന്ന് ഏതാണ്ട് കണ്ണീരൊപ്പൊഴിക്കുകയാണ്. അവർ ഈ 100ൽ 100 വാങ്ങിച്ചിട്ട് പോലും അവർ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ വളരെ താഴെ പോയിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞ് ഈ വീഡിയോ തൽക്കാലം പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 6 റാങ്കുകൾ കിട്ടിയ കുട്ടികളിൽ 1 മുതൽ 4 റാങ്ക് വരെ CBSE പഠിച്ച കുട്ടികളാണ്. 100% എന്നാണ് പറയുന്നത്. പെർസെൻറ്റേജിൽ കിട്ടിയ കുട്ടികളിൽ 4 പേരും CBSE പഠിച്ച കുട്ടികളാണ്. 2 പേർ മാത്രമേ ഉള്ളൂ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ. പക്ഷേ ഈ ആദ്യത്തെ 6 കുട്ടികൾക്കും അവരുടെ യോഗ്യതാ പരീക്ഷയിൽ 100% മാർക്ക് കിട്ടിയവരാണ്. എന്നാൽ അവസാനത്തെ 2 കുട്ടികൾ റാങ്ക് പട്ടികയിൽ 82ഉം 32ഉം ഒക്കെ സ്ഥാനത്തേക്ക് പോയപ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഫുൾ മാർക്ക് സംസ്ഥാന സിലബസിൽ കിട്ടിയിട്ടും എന്നോടൊപ്പം തന്നെ ഫുൾ മാർക്ക് കിട്ടിയത് CBSE ആയി എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടാകുന്നു. ഇത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നിയാൽ അങ്ങനെ തോന്നുന്നവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇതിനിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന സമീകരണ ഫോർമുല, നോർമലൈസേഷൻ ഫോർമുല വീണ്ടും പരിശോധിക്കണം. വിദഗ്ധരായിട്ടുള്ള ആളുകൾ വീണ്ടും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്നല്ല 2025-ലാണെങ്കിലും 26-ലാണെങ്കിലും വരുന്ന വർഷങ്ങളിലെ പരീക്ഷകളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുവാനുള്ള ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകൾ ഇല്ലാതെയാക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായി പൊതുസമൂഹം, മാധ്യമങ്ങളും രക്ഷിതാക്കളും അധികാരികളും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം, നമുക്ക് പുറകിലേക്ക് പോകണമോ പിന്നാക്കം പോകണമോ, എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. കാരണം ഈ കുട്ടികളെല്ലാം മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ആവുന്നത്ര ഭംഗിയായി പഠിച്ച് പരമാവധി മാർക്ക് വാങ്ങിച്ചു വരുന്നവരാണല്ലോ. അങ്ങനെയുള്ള കുട്ടികളെ നിരാശപ്പെടുത്താതെ എന്തുകൊണ്ട് എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാതിരുന്നുകൂടാ? ഇപ്പോൾ കേന്ദ്രം നടത്തുന്ന IIT-യിലേക്കുള്ള JEE പരീക്ഷ, അഡ്വാൻസ്ഡ് പരീക്ഷ ഉൾപ്പെടെ അവർ ഈ പരീക്ഷണം നടത്തി, സ്റ്റാൻഡർഡൈസേഷൻ പരീക്ഷണം നടത്തി അവരത് പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തിൻ്റെ പേരിൽ അവർ പഴയ രീതിയിലേക്ക്, അതായത് എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം റാങ്ക് നിശ്ചയിക്കുന്ന ഒരു രീതിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് ആ മാതൃക സ്വീകരിച്ചുകൂടാ? ഈ നീറ്റ് UG-യിലും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. അവിടെ ഈ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൻ്റെ പരിഗണന ഇല്ലല്ലോ. അവിടെ ഇതുപോലെയുള്ള ആക്ഷേപമില്ലല്ലോ. ഇപ്പോൾ നീറ്റ് UG-യെ സംബന്ധിച്ചുണ്ടായ ആക്ഷേപം മറ്റു പല കാരണങ്ങളാണ്. ചോദ്യ പേപ്പർ ലീക്കായി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഇതുമായി ബന്ധിപ്പിക്കുന്നില്ല. അപ്പോൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ പ്രക്രിയ പരിഷ്കരിച്ച് മറ്റൊരു രൂപത്തിലാക്കണോ, അതോ രണ്ടാമതായി എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകണമോ? ഈ 2 വിഷയം അടിയന്തരമായി പൊതുസമൂഹം ചർച്ച ചെയ്യണം, മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം, അധികാരികൾ കണ്ണു തുറക്കണം. ഈ കുട്ടികളെയും നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെയും
അവരുടെ രക്ഷിതാക്കളെയും ഇതുപോലെയുള്ള ആശങ്കയിലും ആകാംക്ഷയിലും അധികം നിർത്തരുത്. ഇതിനൊരു പരിഹാരമുണ്ടാകണം. ആ പരിഹാരം ദീർഘദൃഷ്ടിയോടുകൂടി ഉണ്ടാക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം 2025 പരീക്ഷകൾ മുതലെങ്കിലും ഇത് സംബന്ധിച്ചുള്ള നയപരമായ തീരുമാനമെടുക്കാൻ ഒട്ടും അമാന്തം കാണിച്ചുകൂടാ. ഈ 2024 ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിനും ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ ഗൗരവത്തിൽ ചിന്തിക്കണം. പൊതുസമൂഹത്തെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ധാർമ്മികമായും നിയമപരമായും ഉത്തരവാദപ്പെട്ടവരാണ് എന്നുള്ളതുകൊണ്ട് അവർ മറനീക്കി പുറത്തു വന്ന് ഈ കുട്ടികളുടെ ആകാംക്ഷയും ആശങ്കയും അവരുടെ രക്ഷിതാക്കളുടെ ആകാംക്ഷയും ആശങ്കയും അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്.